ഹായ് മക്കളെ, പലപ്പോഴായിട്ട് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ഒന്നെങ്കിൽ കളിക്കുക അല്ലെങ്കിൽ പഠിക്കുക. ഇത് രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഇത്തിരി റിസ്ക് ആണെന്ന്. എന്നാൽ അങ്ങനെയല്ല, കളിക്കുകയും ചെയ്യും പഠിക്കുകയും ചെയ്യും. ഇത് തെളിയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ആദിത്യ മോളാണ്. വയനാട് ജില്ലാ ക്രിക്കറ്റ് ടീമിലുള്ള ഒരു വിക്കറ്റ് കീപ്പറായിട്ടുള്ള ആദിത്യ മോൾ 10ാം ക്ലാസ്സിൽ കളിയോടൊപ്പം തന്നെ ഈ പഠനവും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഫുൾ A+ നേടിയിരിക്കുകയാണ്. സോ ഈ ആദിത്യ മോളുടെ വിജയ രഹസ്യം എന്ത് എന്നറിയാൻ നമ്മളിതാ പനമരത്തേക്ക് പോവുകയാണ്. എല്ലാവരെയും ഞാൻ ഈ ഒരു വീഡിയോ മുഴുവനും കാണണമെന്ന് പറയുകയാണ്. അവർക്ക് എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടെ മുതലുണ്ട്. ഇതിലോ മുതലയോ? പോടാ, സീരിയസ്ലി ന്യൂസിലൊക്കെ വന്ന് ഹായ് മക്കളെ, അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആദിത്യമോളുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദിത്യമോളെ പറ്റി ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്കറിയാം. അതായത് കേരള ക്രിക്കറ്റ് ടീമിൽ അണ്ടർ-19 വിക്കറ്റ് കീപ്പറും അതോടൊപ്പം തന്നെ ബാറ്റ്സ്മാനുമായിട്ട് ഇപ്പോഴും ടീമിലുള്ള ഒരാളാണ്. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയ ഒരു മോളും കൂടിയാണ് നമ്മുടെ ആദിത്യമോൾ എന്ന് പറയുന്നത്. സോ ആദ്യം തന്നെ വെൽക്കം ചെയ്യാണ്. എങ്ങനെയാണ് സൈലത്തെ പറ്റി കേൾക്കുന്നത്? സൈലം കോവിഡ് ടൈം ആയിരുന്നു. ആ ടൈമിൽ ക്ലാസ്സസ് ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് സൈലം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ പറ്റി കേൾക്കുന്നത്. പിന്നെ അതിൻ്റെ ക്ലാസ്സസ് മീൻസ് നമ്മൾ പഠിക്കുകയാണോ കളിക്കുകയാണോ എന്ന് മനസ്സിലാവില്ല, എല്ലാം മൈൻഡ് കയറുകയും ചെയ്യണം. ഒരു വട്ടം ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റിവൈസ് ചെയ്യണമെന്ന് പോലുമില്ല. എക്സാം ഹോളിൽ കയറിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ സാറുമാരുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത്. ക്രിക്കറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഗെയിംസിൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് ക്ലാസ്സസ് കുറേ മിസ്സായി. ബട്ട് സൈലം ക്ലാസ് കണ്ട് എനിക്ക് ആ പോർഷൻസ് കവർ ചെയ്യാനും പറ്റി. സൈലത്തിലെ ടീച്ചേഴ്സ് പവറാണ്, പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. സോഷ്യലിനെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. ബട്ട് പച്ചക്കൽവ് ഫൈസൽ സാറ് ക്ലാസ് കേട്ടു. സോഷ്യലിനോട് അറിയാം, ഞാൻ പോലും അറിയാം ഞാൻ സോഷ്യൽ പഠിച്ച്. ഞാൻ അമ്മേൻ്റെ അടുത്ത് എപ്പോഴും പറയും എനിക്ക് സോഷ്യൽ A+ കിട്ടൂല അമ്മേന്ന്. ബട്ട് എനിക്ക് സോഷ്യലിൽ A+ കിട്ടി. താങ്ക് യു സൈലം. അനന്തു സാറിൻ്റെ അടുത്ത് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. കാരണം ട്യൂഷന് പോകാൻ പൈസ ഇല്ലാത്തൊക്കെ ഒരുപാട് പിള്ളേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് സൈലം മുന്നോട്ട് വയ്ക്കുന്നത്. താങ്ക് യു സൈലം. അങ്ങനെ വികാരഭരിതമായിട്ടാണ് നമ്മൾ ആദിത്യ മോൾ സംസാരിക്കുന്നത്. ഇനി വരുന്ന 9ാം ക്ലാസ്സുകാരോട് എന്താണ് മോൾക്ക് പറയാനുള്ളത്? സൈലത്തിൻ്റെ ക്ലാസ്സസ് മാത്രം കണ്ടാൽ മതി A+ ഉറപ്പിക്കാനായിട്ട് പറ്റും. അത്രയ്ക്ക് സപ്പോർട്ടീവാണ് ടീച്ചേഴ്സ്. നമുക്ക് എന്താണോ വേണ്ടത് അതാണ് സൈലം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടുകാർ പ്രതീക്ഷിച്ചിട്ടായിരുന്നു നമ്മൾക്ക് ഫുൾ A+ കിട്ടുന്നു. അപ്പം ഒരേ സമയത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകും. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ കണ്ടതും ഇവള് ക്രിക്കറ്റൊക്കെ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വരികയാണ്. അവർക്ക് എന്തോ ഒരു ടൂർണമെൻറ്റ് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉച്ചവരെ ക്യാമ്പിന് പോയിട്ടാണ് എന്താക്കുന്നത് വീണ്ടും ഇതുപോലെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം അത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു റിസ്ക് അല്ലേ? അത് അതെ, റിസ്ക് ആണെന്ന് വെച്ചാൽ ആണ്. രണ്ടും രണ്ട് കാറ്റഗറിയാണ്. സ്പോർട്സിന് പോയി വരുമ്പോൾ തന്നെ നമ്മൾ ഫുള്ളി ടയേർഡ് ആയിരിക്കും. പിന്നെ ബുക്ക് തുറന്ന് വായിക്കുമ്പോഴത്തേക്ക് ഉറക്കം വരുന്നുള്ളത് 100% ഉറപ്പാണ്. ബട്ട് സൈലത്തിന്റെ ക്ലാസ്സസിനെ സംബന്ധിച്ച് ഉറക്കം വരുന്നില്ല. പിടിച്ച് നിർത്താൻ പറ്റുന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. അറിയാതെ ഉറങ്ങില്ല നമ്മൾ ആ ക്ലാസ്സസ് കണ്ടിട്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് ക്യാമ്പും കഴിഞ്ഞ് വന്ന് രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഇവിടെ ഇരിക്കും. അച്ഛൻ വന്നിട്ട് നോക്കും ഉറങ്ങിയോന്ന്. ബട്ട് ഉറങ്ങുന്നില്ല. ആ ക്ലാസ്സസ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോവാണ്. ഞാൻ ബുക്ക് വെക്കാറില്ല. ചില ക്ലാസ്സസ് ഞാൻ കാണുമ്പോൾ സാറിൻ്റെയൊക്കെ ക്ലാസ്സസ് കാണുന്ന ടൈമിൽ ടെക്സ്റ്റ് ഉണ്ടാവില്ല, നോട്ട് ഉണ്ടാവില്ല. ബട്ട് ആ ഇക്വേഷൻസ് ഒക്കെ എൻ്റെ മൈൻഡിൽ കയറി അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. വളരെയധികം സന്തോഷം ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി വരുന്ന 9ാം ക്ലാസ്സുകളോട് സൈലന്റ് ക്ലാസ്സുകൾ കാണാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. അതായത് മോൾക്ക് ഇനി ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം? 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഏത് ഓപ്ഷൻ എടുക്കാനാണ് വിചാരിക്കുന്നത്? എനിക്ക് സയൻസ് എടുക്കണം എന്നുണ്ട്. ബട്ട് ക്രിക്കറ്റും സയൻസും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഞാനൊരു ഉത്തരം പറഞ്ഞുതരാം. പറ്റും എന്നുള്ളത് ഇതുവരെ നീ ചെയ്തത് കൊണ്ട് എനിക്ക് ഇനിയും പറ്റും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇനി ബാക്കി കൂടി പറഞ്ഞു. ഇനിയിപ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഒക്കെ ഉണ്ടല്ലോ, മനസ്സിൽ വിചാരിച്ച പ്ലാനുകൾ കുട്ടികൾക്ക് പറഞ്ഞോളൂ. പ്ലാൻ ക്രിക്കറ്റ് ഗെയിമിനോടൊപ്പം തന്നെ സയൻസ് എടുത്ത് പഠിച്ച് സൈലത്തിൻ്റെ കൂടെ തന്നെ നിന്ന്
പാഷൻ ക്രിക്കറ്റ് തന്നെ, ബട്ട് എനിക്ക് എയറോഫിസിക്സ് ആണ് നമ്മളെ ഉള്ളിലുള്ള ഒരു കാര്യം. അപ്പൊ അവിടേക്ക് എങ്ങനെയെങ്കിലും ഒക്കെ റീച്ച് ചെയ്യണം, ബട്ട് എന്നെ പാഷൻ ഉപേക്ഷിക്കാതെ ആ ഗോളും അച്ചീവ് ചെയ്യണം. ഓ അടിപൊളി. ഭയങ്കര ഭീകരമായിട്ടുള്ള നമ്മൾ ഇതുവരെ ചെയ്ത ഇന്റർവ്യൂക്ക് തോന്നുന്ന ഒരു കേരള ക്രിക്കറ്റ് ടീമിലൊക്കെ ഉള്ള ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആദ്യമായിട്ടായിരിക്കും. ഇതുവരെ ചെയ്തതിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ആദിത്യ മോളെ എടുത്തുന്ന ഒരുപാട് വ്യത്യസ്തമായുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരേ സമയത്ത് ക്രിക്കറ്റും അതോടൊപ്പം തന്നെ പല ആൾക്കാർ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പഠിക്കുക എല്ലാം കൂടി നടക്കുമല്ലോ, എന്തെങ്കിലും കളിക്കുക അല്ലെ പഠിക്കുക എന്ന രീതിയിൽ പല ആളുകളും പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ മറുപടി ആയിട്ടാണ് ഫുൾ A+ എന്ന് പറയുന്ന ഈ ഒരു ലക്ഷ്യത്തിലേക്ക് മോൾ എത്തിയത്. അപ്പോൾ ഫുൾ A+ പ്രതീക്ഷിച്ചിരുന്നോ, അല്ലെങ്കിൽ കിട്ടിയ സമയത്ത് എന്തായിരുന്നു മോളുടെ ഫീലിംഗ്സ്? മോഡൽ എക്സാമിന്റെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടില്ലായിരുന്നു. എത്ര മാർക്കായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു മോഡൽ എക്സാം? എനിക്ക് നല്ല രീതിയിൽ മാർക്ക് കുറവായിരുന്നു. ഡൗൺ ആയി പോയോ? നല്ല ഡൗൺ ആയി പോയിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പ്രാക്ടീസ് കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്ത് വെച്ച് ഡെയിലി ക്ലാസ്സിൽ പോയില്ല, ഇവിടെ ഇരുന്ന് ലൈവ് തന്നെ കണ്ടോണ്ടിരുന്നു. പ്രീവിയസ് ലൈവ് ഞാൻ മിസ് ചെയ്തത്, അങ്ങനെ എല്ലാ ലൈവ്സും കണ്ട്. പിന്നെ സോഷ്യൽ സയൻസ് ഒക്കെ 12 hours സ്റ്റോപ്പ് ചെയ്യാതെ ടീച്ചേഴ്സ് എടുത്തപ്പോൾ അവർ നമുക്ക് വേണ്ടി എഫേർട്ട് ഇടുമ്പോൾ നമ്മളും തിരിച്ച് കൊടുക്കണം എന്നുള്ളൊരു വാശി വന്നു. പിന്നെ പാരൻസ് എന്നെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ വിഷമിക്കാനും പാടില്ല. എങ്ങനെയോ ലാസ്റ്റ് ആ മൊമെന്റ് ഇത് കിട്ടിയപ്പോൾ ഹാപ്പി ആയി. പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോ കുറച്ചുകൂടി സന്തോഷം വന്നു. ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു? സ്കൂളിലെ ടീച്ചേഴ്സ് എങ്ങനെയാണ് അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? ടീച്ചേഴ്സ് സ്പോർട്സിനാണെങ്കിലും സ്കൂളിലാണെങ്കിലും എല്ലാത്തിനും എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിട്ടുണ്ട്. A+ ഫസ്റ്റ് ഇവിടേക്ക് വീട്ടിലോട്ട് വന്നത് ടീച്ചേഴ്സ് തന്നെയാണ്. ആണല്ലേ? എനിക്ക് തോന്നുന്നു അശ്രിൻ ലിയാനന്റെ നിങ്ങളൊക്കെ ഒരുമിച്ച് 8ാം ക്ലാസ് മുതലേ ഒരുമിച്ച് വളർന്ന ആൾക്കാരാന്ന് പറയുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ലൈഫ്? അടിപൊളിയായിരുന്നു. അശ്രിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അത് അച്ചീവ് ചെയ്യാൻ അവളുടെ കൂടെ എപ്പോഴും ഞങ്ങൾ ഉണ്ടായിരിക്കും. അടിപൊളി. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പും കൂടി അതിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ഫുൾ A+ മേടിക്കാൻ കഴിവുള്ള കുട്ടിയൊന്നുമല്ല. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ള കുട്ടിയല്ല, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ പ്രഷർ ചെയ്യുന്നത്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അതിൽ നിന്ന് മോഡൽ എക്സാം ആകുമ്പോഴത്തേനും ഭയങ്കര ടെൻഷൻ, ഡിപ്രഷൻ വന്നു. അപ്പം കൂടെ നിന്നത് സൈലം ലേണിംഗ് ആപ്പ്, പിന്നെ ടീച്ചേഴ്സ്, പിന്നെ നവാസ് സാറ്. ഇപ്പൊ കണ്ടിന്യൂസ് ലൈവ് കണ്ടു. പിന്നെ അവിടെ നമുക്ക് ക്യാമ്പിന്റെ സമയങ്ങളിൽ അവള് ക്യാമ്പിന് പോയില്ല, അവൾ ഇവിടെ ഇരുന്ന് ഈ ക്ലാസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. മക്കളെ അതൊരു വലിയൊരു പാടാണ് കേട്ടോ. അതായത് നമുക്ക് പഠിക്കേണ്ട സമയത്ത് നമ്മൾ അവിടെ സ്പോർട്സ് അവർക്ക് ഉണ്ടെങ്കിൽ പോലും അവൾ എന്ത് ചെയ്യാണ്, അവിടെ പഠനത്തിലേക്ക് ഒരു ഫോക്കസ് കൊടുത്തിട്ട് കറക്റ്റ് ടൈമിന് അവൾ എന്താ അത് യൂസ് ചെയ്തോളാണ്. അങ്ങനെ അപ്പോൾ നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മാറില്ല. കാരണം ഒരു പകുതി ലെവലിൽ നിന്ന് കോൺഫിഡൻസ് ലെവലിൽ പോയി ഒരു പാനിക് അറ്റാക്ക് വന്ന കുട്ടീനെ നമ്മൾ എന്ത് വിചാരിക്കും? സാരല്ല, കുട്ടീൻ്റെ ലൈഫാണ് വലുത്, ജീവനാണ് വലുത്, പഠനം പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിലാവേണ്ടതായിരുന്നു. അതിൽ നിന്ന് ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ച എല്ലാ സൈലത്തിലെ എല്ലാ ടീച്ചർമാർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അവൾ കാണും, ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും. ഫോണ് ഒക്കെ കൊടുത്തില്ലേ, അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അവളത് അടിച്ചു മാറ്റി കൊണ്ടുപോകും. അവള് പഠിച്ചിട്ട് എന്നിട്ട് അവള് കിടന്നുറങ്ങുന്ന വരെ ഞാൻ നിൽക്കും. മെല്ലെ പോയി നോക്കും ഉറങ്ങുന്നുണ്ടോ അല്ല പഠിക്കുന്നുണ്ടോ നോക്കുമ്പോ മെല്ലെ നോട്ട് ചെയ്തിട്ട് പഠിക്കും അവള്. നോട്ട് ചെയ്തിട്ട് പഠിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം അപ്പം ഞാൻ ചോദിച്ചു സ്കൂളത്തെ അത് നോക്കണ്ടേ, ഇത് മതി അച്ഛാ. അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഒരു A+ മാത്രം. ഏറ്റവും കൂടുതൽ ഭയങ്കര സപ്പോർട്ട് ആൾക്ക്. കാരണം ഞാൻ പറയും ഫുൾ A+ വേണം, നിനക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ നിർബന്ധിക്കും. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത് വിഷമിക്കണ്ട, അതെ. അപ്പൊ അവൾക്ക് എന്താ പറയാ, ഞാൻ പറഞ്ഞു നിനക്ക് വാങ്ങാൻ കഴിവുണ്ട്, നീ അത് വാങ്ങുക, പറ്റൂലേ കുഴപ്പമില്ല, ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് ഒരു പ്രശ്നമില്ല, നീ ഒന്നാണെങ്കിലും നമുക്കൊരു വിഷമമില്ല. ഇപ്പോൾ A+ കിട്ടിയ സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ ഫീല്? റിസൾട്ട് വരുന്ന ദിവസം 3 മണിക്ക് പബ്ലിഷ് ചെയ്യുന്നു. എന്നോട് പറഞ്ഞു ഞാൻ ഒന്ന് ഫ്രഷായി വരട്ടെ അമ്മയെന്നൊക്കെ പറഞ്ഞ് വരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ ശ്വാസത്തിന് പ്രശ്നം വരുവാണ്, അവൾക്ക് അതാണ് പ്രശ്നം. പിന്നെ പാനിക് ഇതാവുന്ന സമയത്ത് അവളുടെ ബ്രീത്തിൽ നല്ല വ്യത്യാസം വരും. അപ്പം അവൾക്ക് അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇവിടെ കൂളാക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ സാറില്ല മോളെ, ഇത് കഴിഞ്ഞു നമ്മൾ പഠിക്കുക എഴുതുക എന്നുള്ളതായിരുന്നു നമ്മളത്. അത് കഴിഞ്ഞ് എന്ത് വന്നാലും നിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഈ ലോകത്തല്ല, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, പതുക്കെ ഇവിടെ ജസ്റ്റ് തല മസാജ് ചെയ്യുക, അവൾക്കൊന്ന് കൂളാവട്ടെ എന്ന് കരുതിയിട്ട് അവളെ സെറ്റിൻ്റെ താഴേക്ക് ഇരുത്തിയിട്ട് ഞാൻ റിസൾട്ട് 4 മണിക്ക് പബ്ലിഷ് ചെയ്യുന്ന പറയുന്നത്. പക്ഷേ 3:57 കറക്റ്റ് ലിങ്ക് ഇത് ഓപ്പൺ ആയിട്ടുണ്ടായിട്ടുണ്ട്. സൈറ്റ് ഓപ്പൺ ആയി എനിക്ക് കിട്ടി, റിസൾട്ട് കിട്ടി. ഞാനിത് നോക്കി ഫുൾ A+ ആണെന്ന് കണ്ടതിന് ശേഷം കെട്ടിപ്പിടിച്ചൊരു ഉമ്മയാണ് ഞാൻ ആദ്യം കൊടുത്തത്. മോളെ ഫുള്ളുണ്ട് എന്ന് പറഞ്ഞു. അത് ഒരു 15 മിനിറ്റ് അവൾ നിർത്താതെ കരഞ്ഞു. അവൾക്കൊന്നും പറയാൻ പറ്റണില്ല, എനിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എത്രയോ ഒരു ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, കുട്ടി ആകെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. കിട്ടില്ല അമ്മേ, എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല അമ്മയെന്ന് പറഞ്ഞ ആള് ആ ഒരാഴ്ച പഠിച്ച് മേടിച്ചല്ലോ എന്ന് ഓർത്തപ്പം അച്ഛനെ വിളിച്ച് പറഞ്ഞപ്പോൾ അച്ഛനും അത് തന്നെ അവസ്ഥ. പിന്നെ ഏറ്റവും കൂടുതൽ വിഷമമാനാ
ചേച്ചി ഫുൾ എ പ്ലസ് അടിച്ചില്ലേ എല്ലാവരും എന്റെ പുറകെ ആയിരിക്കും. ഇതൊരു പ്രശ്നമായല്ലോ എന്നുള്ള രീതിയിലേക്കല്ലേ കൊണ്ടുപോയത്. ഇനിയിപ്പോ എല്ലാവരും ആകട്ടെ. മേടിക്കണം. എനിക്ക് തോന്നുന്നത് ഇവന് 8ാം ക്ലാസ്സിൽ നമ്മുടെ സ്ഥലത്തില് ഉണ്ട് ക്ലാസ്സുകളൊക്കെ ഞാൻ കാണാറുണ്ട്. മോളുടെ ഗ്രേസ് മാർക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല, കാരണം നമ്മുടെ റിസൾട്ട് സ്റ്റാറ്റസിൽ വരുമല്ലോ, അവാർഡ് ചെയ്തെങ്കിൽ അത് വരുമല്ലോ. ആ ഗ്രേസ് മാർക്ക് അവൾക്ക് എടുക്കാതെയാണ് ഫുൾ എ പ്ലസ് എന്നുള്ളത് കുറച്ചും കൂടെ അഭിമാനം. അപ്പൊ പിന്നെ ഇത് ഏറ്റവും എക്സൈറ്റിംഗ് മൊമെന്റ് ആയിരിക്കും അവൾക്ക്. നിങ്ങൾ ഇവിടെ വരുന്ന അവൾ പ്രതീക്ഷിച്ചിട്ടില്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് എല്ലാ കുട്ടികൾക്കും, ഇനി വരാനിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നിങ്ങൾക്ക് സൈലത്തിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടമല്ല. ഇപ്പോൾ ആദിത്യേൻ്റെത് നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക, എന്നിട്ട് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. എന്താ പറയുക, ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് അടുത്ത വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെ കാണാം. സാറുണ്ട് കൂടെ, നല്ല കലാകാരിയാണ്, നല്ല സ്പോർട്സ്മാൻ ആണ്, അതോടൊപ്പം തന്നെ സ്പോർട്സ് വുമൺ അല്ലേ, അതോടൊപ്പം തന്നെ നല്ല പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. അപ്പം എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരാളാണ്. അപ്പം നിങ്ങളും എന്താക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ മകളെ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഇതുപോലെ ഇനിയും ഒരുപാട് കുട്ടികൾ ഇത്രയും പ്രതിസന്ധികളും ഒരുപാട് കാര്യങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് ഓരോ കുട്ടികളും ഫുൾ എ പ്ലസുകളൊക്കെ വാങ്ങുന്നത്. ഒരിക്കലും ഒരു ഫുൾ എ പ്ലസ് കിട്ടുക എന്നത് ചില്ലറ കാര്യമല്ല. അത്യാവശ്യം വർക്ക് ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് കിട്ടുന്നത്. ഫുൾ എ പ്ലസ് എന്ന് മാത്രമല്ല, നിങ്ങൾ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിയ എല്ലാ കുട്ടികളും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ ഇനി വരുന്ന 10ാം ക്ലാസ്സിലോട് പറയാനുള്ളത്, നന്നായിട്ട് പഠിക്കുക തന്നെ ചെയ്യണം. പഠിച്ച് നിങ്ങൾ നല്ല ഒരു പൊസിഷനിലെത്തുക, നല്ല മാർക്ക് നേടുക. നിങ്ങൾ പഠനത്തോടൊപ്പം തന്നെ മോളുടെ പോലെ തന്നെ പാഷനും കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ മാധുര്യം എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. അപ്പോൾ നമുക്കൊരു ഓൾ ദ ബെസ്റ്റ് കൊടുത്താലോ.